വേലൂർ മഗ്നയ്ക്കായുള്ള ദൗത്യം 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ കർണാടക അതിർത്തിയിലാണ് ഇപ്പോൾ ഈ വേലൂർ മഗ്ന ഉള്ളതെന്നാണ് കിട്ടുന്ന വിവരം. അരുൺ പാറയ്ക്കൽ മറ്റ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ, വേലൂർ മഗ്നയുടെ ദൗത്യത്തിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? എസ് ഗുഡ് മോർണിംഗ്. വേലൂർ മഗ്ന ദൗത്യം ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആന നിലവിലിപ്പോൾ കർണാടകത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലിയിലെ ടിമ്പർ ഡിപ്പോയിലാണ് നമുക്ക് പുറകിൽ കാണുന്ന കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകൾ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തോളമായി ഈ ആനയ്ക്ക് വേണ്ടി ഈ കുങ്കിയാനകൾ കാട്ടിലൂടെ കിലോമീറ്ററുകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആന കർണാടകത്തിലായതിനാൽ കുങ്കിയാനകളെ ഇവിടെ നിന്ന് ഇറക്കിയിട്ടില്ല. ഈ ആന ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയാണ്, നാഗർഹോള വനത്തിലാണ് ഈ വേലൂർ മഗ്ന ഉള്ളതെന്നാണ് അവസാനത്തെ റേഡിയോ സിഗ്നൽ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് കൃത്യമായി ഈ ആനയ്ക്ക് പുറകെ ഉണ്ട്, ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കർണാടക വനം വകുപ്പ് കേരള വനം വകുപ്പിനെ ഈ കാര്യത്തിൽ ചെറുതായി തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. കാരണം നാഗർഹോള വനമേഖലയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. കബനി നദിയോട് ചേർന്നുള്ള പ്രദേശമായിരുന്നു. അതിന് തൊട്ടുപുറത്താണ് കേരള അതിർത്തി മുള്ളംകൊല്ലി പഞ്ചായത്ത്. ഈ ആന കേരള വനം വകുപ്പിലെ 13 അംഗ സംഘം 13 ടീമായി തിരിഞ്ഞുകൊണ്ട് ഈ ആനയെ ട്രാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർണാടകത്തിലായിരുന്ന ആനയെ കേരള വനം വകുപ്പ് 13 ടീമുകളായാണ് ട്രാക്ക് ചെയ്തിരുന്നത്. എന്നാൽ കർണാടക ടീം ഇന്നലെ ഈ നമ്മുടെ കേരള വനം വകുപ്പിനെ അങ്ങോട്ട് കടത്തിവിടാതെ ജീപ്പ് തടഞ്ഞിട്ടു. തുടർന്ന് അവർ നിരീക്ഷിക്കാമെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഇന്നലെ കേരളത്തിലെ മരക്കടവ് ഭാഗത്തേക്ക്, അതായത് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് ഭാഗത്തേക്ക് ഈ ആന എത്തുന്ന സാഹചര്യമുണ്ടായി. ജനവാസ മേഖലയിലേക്ക് ആന കയറാതെ കേരള വനം വകുപ്പ് അതിനെ തുരത്തുകയാണ് ഉണ്ടായത്. എന്തായാലും അതിനുശേഷം തിരിച്ച് ഇങ്ങോട്ട് കേരളത്തിലേക്ക് ആന ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് 7 കിലോമീറ്ററോളം അകലെയാണ് ഈ ആനയുള്ളത്. നാഗർഹോള വനമേഖലയാണ്. ആ വനമേഖലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിൽ ഈ വയനാട് ജില്ലയിൽ തന്നെയുണ്ട്. ദൗത്യ സംഘം അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു അരുൺ പാറയ്ക്കൽ.